എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ആയൺ കിപ്നൻ ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മച്ചന്മാരെ. നിങ്ങൾക്ക് ഒരു പ്രൈസ് ഉണ്ട്. പ്രൈസ് എന്താ പറയില്ല. നമുക്ക് ആദ്യം ഇച്ചിരി വുഡ് കാക്കണം. ഇത്രയും വുഡ് മതിയാവും അല്ലേ? ഒരു ക്രാഫ്റ്റിൻ്റെ അവള് ഒരു സ്റ്റിക്ക് അവിടെ ഒരു എൻചാണ്ടിങ് ടേബിൾ ഇതോടെ ഇരിക്കട്ടെ. വുഡൻ ആക്സ് ഉണ്ടാക്കട്ടെ, വുഡൻ പിക്കാക്സ് ഉണ്ടാക്കട്ടെ. നമ്മൾ എല്ലാ ടൂൾസും നമ്മൾ സെറ്റ് ആക്കിയിട്ട് നെക്സ്റ്റ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇച്ചിരി വുഡാണ്. ഞാൻ നമ്മുടെ വുഡ് നോക്കുമ്പോൾ വുഡ് കാണാനില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അക്കൗണ്ടിൽ അടിക്കേണ്ടുള്ള അക്കൗണ്ട് ബെസ്റ്റ് മെന്റ് ഞാൻ എവർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം അല്ലേ? നല്ല ക്ലിയർ ആയിട്ട് അൺക്ലിയർ ആയിട്ട് കാണാം കേസ് എല്ലാവർക്കും. നമുക്ക് അപ്പം നമ്മൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ കാണാൻ സബ്സ്ക്രൈബ് അടിച്ചേക്കണം കേട്ടോ. അവിടെ ഒരു ക്ലിക്ക് ബട്ടൺ ഉണ്ട്, അതങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളെ ചാനലിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതെല്ലാവരും അങ്ങനെ ചെന്ന് പ്രസ് ചെയ്തിരിക്കുക. നമുക്കിത് അൺലോക്ക് നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അൺലോക്ക് ചെയ്യാം. ഓക്കെ, ഓൾ റൈറ്റ് ഗൈസ്. നമ്മൾ അങ്ങനെയൊക്കെ ഇച്ചിരി 8 എണ്ണത്തുണ്ട്. നമുക്കിനി ഫൂർണസിനകത്ത് കുറച്ചൊക്കെ വയ്ക്കാനായിട്ടാണ് നമുക്ക് ഇഷ്ടംപോലെ ഐറ്റംസ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഈ ട്രീയും കൂടെ കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കേവിൻ്റെ അടുത്ത് പോകാം. നമുക്കിപ്പം ഇച്ചിരി സ്റ്റോണും കോപ്പർ സ്റ്റോണും കളക്ട് ചെയ്യണമെന്ന്. പക്ഷെ നമ്മൾ പഴയ സ്ഥലത്ത് നല്ല നമ്മൾ ഇപ്പം കളക്ട് ചെയ്യുന്നത്. നമ്മളെ പഴയ സ്ഥലം എന്ന് വെച്ചാൽ ഒരു കേവിനകത്താണ് നമ്മളെ പഴയ സ്ഥലം വരുന്നത്. നമ്മൾ ആ സ്ഥലം അല്ല യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് താണ്ട ഇത്രയും ഇപ്പം നമുക്ക് കളക്ട് കിട്ടിയത് നമുക്കിപ്പോൾ കളക്ട് ചെയ്തോട്ട് പോയി. നല്ലോണം കിട്ടിയില്ല, മതി. ഇതൊക്കെ ധാരാളം. നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇച്ചിരി ഉണ്ടാക്കാൻ ബാക്കി. പിന്നെ മാപ്പൂ ഓക്കെ. സോ നമുക്കിനി നെക്സ്റ്റ് വേണ്ടത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ നെക്സ്റ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി കോപ്പർ സ്റ്റോൺ വേണം. അതാണ് നമ്മൾ നെക്സ്റ്റ് ഒരു മെഷീൻ. അപ്പോൾ നമുക്ക് ഇച്ചിരി വുഡൻ പിക്കാക്സ് എടുക്കാം. ജസ്റ്റ് മിസ്. അപ്പം അവൻ്റെ ഹിപ്നൻറ്റിൻ്റെ ലെഗിങ്സ് ഇട്ടെങ്കിൽ ഇപ്പം നമ്മൾ ചാവില്ലായിരുന്നു. നമ്മളതിൽ ബാക്കി ഇത്ര എഴുത്തുണ്ടാവും. അയ്യോ, ഇത് എന്തൊരു ക്യാമറകൾ ഒരുമാതിരിയാണ്. നമ്മളൊന്ന് ക്ഷമിക്കാക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് ഇനി അടുത്ത മാസമായി കഴിയുമ്പോൾ നമുക്ക് നല്ല വീഡിയോ ഇടാൻ ശ്രമിക്കാം. പക്ഷേ അടുത്ത മാസം അങ്ങനെ ഇടിക്കാൻ പറ്റില്ല. ഫ്രൈഡേയും സാറ്റർഡേ മാത്രം ഇങ്ങനെ ഇടാനുള്ള കഴിവ് എനിക്ക് പറ്റത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറേ ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ആ സമയത്തൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഇവിടെ. അപ്പം നമുക്കിപ്പോൾ അത്ര കുറച്ചൊന്നും ആവശ്യമുണ്ടോ? ഇച്ചിരി എടുത്ത് വെച്ചേക്ക് ഇച്ചിരി കൂടെ. ഇത് കണക്കെ മതി. നമ്മളെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ മതി. ആരെങ്കിലും ഒരു കുതിരയെങ്കിലും ഒരു പറഞ്ഞെങ്കിൽ എനിക്കാണ്ടും ഡബിൾ എങ്ങനെയും. പക്ഷെ ഇച്ചിരി എനിക്കിത് പൊട്ടിക്കാം. കോള് പൊട്ടിച്ചോ? നമുക്ക് ഈ വുഡൻ പിക്കാക്സ് അയൺ പൊട്ടിക്കാൻ പറ്റില്ല. ഞാൻ അതിട്ടാണ് അറിയുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് ഈ വുഡൻ പിക്കാക്സ് വെച്ച് നമുക്ക് ഈ കോളൊക്കെ പൊട്ടിക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചു കോളൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. നമുക്കിൻ്റെ താഴെ വരണം. അതും കൂടെ ഒന്ന് പൊട്ടിക്കാം. ഓക്കെ, ഫൈനൽ നമ്മളത് ഈ ഗ്രാസ് എങ്ങനെ എടുക്കാൻ പറ്റും? മീൻസ് ഈ ഗ്രാസ് ഡേർട്ടല്ല ഗ്രാസ് എന്ന് ഞാൻ ചോദിച്ചാൽ ആ ഗ്രാസ് എങ്ങനെ എടുക്കാൻ പറ്റും? ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇട്ടേക്കണം. എനിക്ക് ഗ്രാസ് എടുക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് എങ്ങനെയാണ് ഗ്രാസ് എടുക്കുന്നത്? ഇതാണ്ട് ഇഷ്ടം പോലെ ആയതുകൊണ്ട് ആ കിപ്നൻറ്റിൻ്റെ അയണ് റെഡി ആവാൻ റൈറ്റ് ലൈസ്. എനിക്ക് അത്രയ്ക്ക് വീഡിയോ എടുക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ചെറിയ പാളിച്ചൊക്കെ പറ്റിയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇടുന്നത്. എനിക്ക് 2 ഫോൺ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് എൻ്റെ ഇതാണ്. ഇതെന്താണ് പണ്ടത്തെ പോലെ അല്ല ഞാൻ ഇത് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് പണ്ട് ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ പണ്ടെങ്ങനെയാണ് ചെയ്യുന്നത്. പണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി സ്റ്റിക്സ് വാങ്ങിക്കാം.
ഇച്ചിരി ക്യാക്സുകൾ വാങ്ങിക്കാം. ഓക്കെ, സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗുളാ കേവിനകത്ത് പോകാം. ഗുളാ കേവിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ സംഭവങ്ങളും കളക്ട് ചെയ്യാം. അയൺ ഇളകാൻ വേണ്ടി ഗുളാ കേവിനകത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് മൈനിയല്ലോ. ഞാൻ ഒരു സംഭവം ഉണ്ടാക്കാൻ ഞാൻ മണ്ടനായി പോലെ എനിക്ക് നീ അത് ഉണ്ടാക്കണമല്ലോ. പക്ഷെ കുഴപ്പമില്ല, ഉണ്ടാക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല. തല വേനെടുക്കുന്നു. നമുക്കെന്തായാലും ഇതുപോലെ തന്നെ ഇഷ്ടം പോലെ സംഭവം ഇനി ഉണ്ടാക്കാനുണ്ട്. ടെക്സ്റ്റാണെങ്കിൽ അത്രയ്ക്ക് ഇല്ല. ടോർച്ച് 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 ഇരട്ടെണ്ണ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മളതിൽ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. സ്റ്റിക്സ് പോയാ സ്റ്റിക്സ് ഇല്ല. അതുകൊണ്ടാണ് ഇനി ഒരു കുറച്ച് 4 എണ്ണം കൂടെ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഫേർണസും കൂടെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഓൾറൈറ്റ് ഗൈസ്, നമുക്ക് എല്ലാം മതി. നമുക്കിനി ഒന്നും വേണ്ട. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വോളി ഒന്ന് ഇച്ചിരി കുറഞ്ഞു യൂസ് അത്. അയ്യോ, എന്നെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു യൂസ്. നമ്മളെ ടോർച്ച് എടുത്ത് അവിടെ വയ്ക്കാം. ഓക്കെ, ഓൾറെഡി യൂസ് നമ്മളൊരു സംഭവം ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഈ ഫേർണസ് എടുത്തിട്ട് നേരെ നമ്മളെ ഈ 3 അയണ തൽക്കാലത്തേക്ക് കൊണ്ട് നേരെ ഇതൊന്ന് ഫ്രീസ് ചെയ്യാൻ ചെയ്യാം. അത് വേണ്ടി നമുക്ക് ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ബാക്കിയെല്ലാം മൈൻ ചെയ്യാം ഗൈസ്. അതാണ് എൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനൊക്കെ. നമുക്ക് ഇവിടെ ഇടാം. ഓ, ഇവിടെ ഇൻപുട്ടാണല്ലേ. നോക്കി ഞാനിടാം. ഇവിടെ ഇടാം. ഓൾറെഡി ഗൈസ് ഞങ്ങൾ ചൂടാക്കിയിട്ട് നമ്മൾ അയൺ. അപ്പോൾ നമുക്ക് എന്തായാലും സ്മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സ്മെൽറ്റിംഗ് ആണ്. നമ്മളുള്ള ഈ സ്റ്റോൺ പിക്കാക്സ് നമ്മളെ ഇതിനകത്തുള്ള വൃത്തിയിട്ട കേവിനകത്ത് പോകണം. അങ്ങനെയൊന്നും പറയല്ലേ, സ്പൗൺ കേവല്ലേ. അങ്ങനെ പറയാൻ പാടില്ലല്ലേ. നമുക്ക് മോശമാണ് അങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് ഇഷ്ടം പോലെ അയണൊക്കെ തരുമല്ലോ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മളെ വുഡൻ പിക്കാക്സ് സ്റ്റോൺ പിക്കാക്സ് എടുക്കാം. ഇത് നമ്മളെ ഈ നെതർ ഫോർട്രസിലുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് അടിച്ചു മാറ്റാം. ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നമ്മൾ അയണ് കൂടും. അയണില്ലേ. പക്ഷെ ഭയങ്കര ഡാർക്കാവുണ്ട്. ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ തുളയിട്ട് പോയി. ഇവിടെ തുളയിടാം. ഇവിടെ ഇച്ചിരി അയണുണ്ട്. നമുക്ക് അയ്യോ പാളിയാനപ്പം. ഇതൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇവിടെ ഒരു ആഹാ, ഇത് ഞാൻ ഇവിടെ അത് ഉണ്ടാക്കിയ തുളയാണ്. നമുക്കിനി എന്തായാലും നേരെ അയണൊക്കെ കളക്ട് ചെയ്യാൻ പോവാം. യെസ് ഗൈസ്, നെക്സ്റ്റ് അയൺ ഇൻ ദിസ് ഏരിയ. ഈ ഏരിയ തന്നെ അയൺ ഉണ്ടല്ലോ. എന്താ നല്ല വശമൊക്കെ ഉണ്ട്. ഇവിടെ ഈ ക്യാമറയിൽ എനിക്ക് നല്ല അയൺ ഉണ്ട് കേട്ടോ. ഇതൊരു അയൺ കുളത്തിൽ വരെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർക്കാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു അയൺ ഗോളം എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇന്ന് മാക്സിമം സബ്സ്ക്രൈബേഴ്സ് അടിച്ച് കയറ്റണം ഗൈസ്. ഇന്നെങ്ങനെ ഇച്ചിരി സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. ഞാൻ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കിയപ്പം 13 സബ്സ്ക്രൈബേഴ്സാണ്. ഞാൻ ഇപ്പം നോക്കാൻ പോവാണെങ്കിൽ അത്രയ്ക്ക് ആയിട്ടില്ലേ. അതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഗൈസ്. നല്ല മോശമുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇവിടെ കിടന്ന എല്ലാ ടോർച്ചും കളക്ട് ചെയ്യാം. നമ്മൾ അതിന് മുമ്പ് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ 200 എണ്ണം പറയുന്നുണ്ട്. ഈ പറഞ്ഞാൽ നിങ്ങൾ തന്നെ ജീത്ത് വിളിക്കല്ലേ വേണ്ട. നമ്മളിപ്പം 10 എണ്ണം, നമ്മൾ ഈ 12 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പം അത്രയ്ക്കില്ല. അപ്പം ഇവിടെ പോയി ബാക്കിയല്ലോ. അതാണ്ട് ഒരെണ്ണമുണ്ട്. ഒറ്റയടിക്കല്ലാണ് തീർന്നു. രാത്രി ആയ അവിടെ രാത്രിയായി അവിടെ അയൺ പിക്കാക്സ് റെഡിയാക്കാനുള്ള സംഭവമൊക്കെ റെഡി ആയിക്കണം. ഇപ്പം നമ്മളിപ്പം അങ്ങനെ ചെയ്യുന്നില്ല. നമുക്കിപ്പം ഇതൊക്കെ വേണ്ടി
എൻ്റെ ഫോൺ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഈ ഫോണിന് വീഡിയോ എടുത്തിട്ട് കാര്യമില്ല. എൻ്റെ ഫോണിലോട്ട് അയക്കാൻ പറ്റത്തില്ല, അങ്ങോട്ടാണ് ഡിസെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത്ര സമയത്ത് വീഡിയോ ഇടാത്തത്. കാരണം ഞാൻ ഒരു അയൺ ടൂൾസിൻ്റെ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ എല്ലാവർക്കും ഇങ്ങനെയാണ് തോന്നി, ഇത് എന്തിനാണ്, ഇതിനകത്ത് അയൺ എങ്ങനെ എടുക്കണം, അതൊന്നും കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുമാതിരി തോന്നിക്കാണും. അപ്പം നമ്മൾ അതിന് വേണ്ടിയാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വീഡിയോസ് ഇതാണ്. എൻ്റെ തല വേണം ഒക്കെ ഇങ്ങനെ ഇനി വെളുക്കുമ്പോൾ ഫോൺ ഫുള്ള് ഡാർക്ക് സീൻ അല്ലേ, എനിക്ക് എൻ്റെ ഫോണ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്താ ഇതൊക്കെ മൊറലോകം. നമ്മൾ അയണ് സ്മെൽക്കായിട്ടുണ്ട്. ഓക്കെ, ഇത് പോവാ. ഓൾറൈറ്റ് ഗൈസ്, അപ്പോൾ നമുക്ക് എന്താണ് നമ്മളെ ക്രാഫ്റ്റ് നമ്മൾ കാണാനില്ല. അതാണ്ട് അവളെ കൊണ്ട് വെച്ചിരുന്നു. ആ മൂലയ്ക്ക് ആരാണോ കൊണ്ട് വെച്ചത് അവനൊരു പണി കൊടുക്കണം. എൻ്റെ ക്രാഫ്റ്റിൽ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണം. നമ്മൾ അതിനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ആ കൊതു അടിക്കുന്ന കൊതു നമ്മളുള്ള അയൺ പിക്കാക്സ് ഈസ് റെഡി. അയൺ പിക്കാക്സ് കണ്ട നമ്മളെ എന്തെന്ന് നമുക്കിത് പറ്റും ബടബര. ഈ സംഭവം നമ്മൾ ഉണ്ടാക്കാം. നമുക്ക് ഇച്ചിരി വുഡ് ഉണ്ടാക്കണം ഗൈസ്. സബ്സ്ക്രൈബ് ദിസ് വീഡിയോ. നമുക്ക് ഇത് തന്നെ വെക്കാം അല്ലേ, ഇച്ചിരി കൂടുതലിരിക്കുന്ന വെക്കാം. പിന്നെ പാപ്പൂതിൻ്റെ പഴുതാരാകിനടി സ്വാമിയുടെ മാറിന്റെ പൊട്ടിൽ നിന്ന് എഴുതാണ്, ഇതിൻ്റെ കേലക്കിൻ്റെ എഴുതാണ്. ഇതൊക്കെ വെച്ച് നമുക്ക് സ്റ്റിക്സ് ഒക്കെ ഉണ്ടാക്കാം. ഓൾറൈറ്റ്, നമ്മളൊരു അയൺ ബ്ലോക്കിൻ്റെ സംഭവം ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഓക്കെ ഗൈസ്, നമുക്ക് വിശക്കുന്നില്ല, സാന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഹെൽമെറ്റ് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മളതിലിപ്പോൾ എത്ര ഉണ്ട്? അതാണ്ട ഇതിൽ പോലും ഇല്ല. ഹെൽമെറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഹെൽമെറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഒരു ഷീൽഡ് ഉണ്ടാക്കാൻ കഴിയത്തില്ല. പക്ഷേ ഒരു ആർമർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ആർമർ സെറ്റ് ആകാൻ കൂടെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് പ്ലീസ്. ഒന്ന് പറഞ്ഞതെന്നേ ഉള്ളൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്താലും എനിക്ക് പ്രശ്നമേ ഇല്ല. നമുക്ക് അൺസോൺ ഉണ്ടാക്കാം. അതിനൊക്കെ ഇവിടെ ചാലഞ്ച് എന്ന് പറയുമ്പോൾ ആ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കും. നമുക്ക് വിഷയത്തെ കാര്യമില്ല. ഇതൊക്കെ സിമ്പിൾസ്. ഇതൊക്കെ ഞാൻ ഇപ്പം തീർക്കും. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഈ പറയണം, നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളാം. നിങ്ങളാണ് പറഞ്ഞത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോളാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല. എൻ്റെ ചാനൽ നോക്കി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. കറക്റ്റ്. അയൺ ബൂസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അയൺ ഷൂസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നാണ് കാണിക്കുന്നത്. ഇനി എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളൊരു അയണേ കാണുള്ളൂ. നമ്മൾ ആർമർ ഒന്ന് നോക്കി വെക്കാം. മോനോ ഒരു തൊപ്പിയും ഒരു എന്താണ് ഇത്, എന്തിനു പറയണ ചെരുപ്പ്. അപ്പോൾ 2 ആർമറിൻ്റെ ഇതായിട്ടുണ്ട്. ഇപ്പം നമുക്ക് നല്ലോണം കാണാമല്ലേ. മിസ്സിൻ്റെ ഫോണൊന്ന് മറിഞ്ഞു പോയതാ. ക്ഷമിച്ചേക്കഞ്ഞം ഇച്ചിരി ബാക്കിലോട്ട് വയ്ക്കാം, ഡിസ്റ്റൻസ്. ഓൾറൈറ്റ് ഗൈസ്, നമ്മൾ അയണ് ആയിട്ടില്ല. നമ്മൾ അയണ് എല്ലാം കിട്ടട്ടെ. എല്ലാ അയണും നമുക്ക് കിട്ടണമായിരുന്നു. വെയിറ്റ് ചെയ്യാം. മഹാവതി
ഇപ്പം 2 ആയിട്ടുണ്ട്. ഓ ഇത് ഫയറാണ്, നമുക്ക് ഇഷ്ടംപോലെ സമയം എടുക്കുമല്ലോ. നമുക്ക് സ്മെൽറ്റിംഗ് ടവർ ഉണ്ടാക്കിയല്ല. സ്മെൽറ്റിംഗ് ടവർ ചെന്നൊക്കെ നെതറൈറ്റിൻ്റെ ഉണ്ടാക്കാൻ പറ്റും. നമുക്കറിയാം. നമുക്ക് നിങ്ങൾ നെതറൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് നെതറൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഡയമണ്ട് കപ്പിൻ്റെ ആദ്യം ഉണ്ടാക്കണം. അത് എനിക്ക് നെതറൈറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ല ഡയമണ്ട് ഉണ്ടാക്കണമെന്ന് ഗോൾഡ് ഉണ്ടാക്കണം ഗൈസ്. പിന്നെ അല്ലാതെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും മാത്രമേ എനിക്ക് ലെഡ് നമ്മൾ ഈ പശുവിൻ്റെ ഇത് ആർമർ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതെനിക്ക് പറ്റില്ല. അതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ പശുവുണ്ട്. ഇതിലാണെങ്കിൽ ഞാൻ ഒരു ആണെങ്കിൽ സെല്ലായനും കണ്ടുപിടിച്ചപ്പം ആ പ്ലേസിൽ തന്നെ എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പം അത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഡിസ്കസിങ് വീഡിയോ ഇടുന്നതായിരിക്കും. ആ വീഡിയോ എല്ലാവരും കാണുക. അപ്പം ഞാൻ കഷ്ടപ്പെട്ട ആ വീഡിയോ കിട്ടുന്നത്. അപ്പം ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മച്ചന്മാർ കാണുക. സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് ചെയ്യാൻ. നമ്മൾ ഒറ്റ ഡയമണ്ടും കൂടെ ഉള്ളൂ. ഒറ്റ ഡയമണ്ട് പീസ് കൂടെ. അത് കഴിഞ്ഞാൽ തീർന്നു. നമുക്ക് എല്ലാ എക്വിപ്മെൻ്റ് ഉണ്ടാക്കി നമ്മൾ ആ വീഡിയോ കഴിയാം. യെസ്, നമ്മൾ അയൺ ബോക്സ്, നിക്കർ എല്ലാം ഉണ്ടാക്കാം. നമ്മൾ ചെസ്റ്റ് പ്ലേറ്റ് അല്ല ഉടുപ്പ് പിന്നെ നിക്കർ. യെസ്, നമ്മളെ ഗിയറപ്പായിരിക്കുന്നു. ഒരാണ് ബാക്കിയുണ്ട്. ഇത് ചിന്തിയോ ഇത് വച്ചിട്ട് എന്താ ചെയ്യാ? ഇന്നത്തെ വീഡിയോ എത്ര ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് എടുക്കണം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എത്ര ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് എടുക്കണം. എല്ലാവർക്കും വെരി ഗുഡ്.